മഴ തോരും മുൻപിൽ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്ക് സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ബാലേന്ദ്രൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് അവർ നേരെ വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ്. ഉച്ച കഴിയുമ്പോഴത്തേക്ക് രൂപത്തിനെയും ഹരിയെയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് CI പറഞ്ഞിട്ടായിരുന്നു അവിടെ നിന്ന് ജാമ്യം എടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾ നോക്കിക്കോളാൻ പറയുകയാണ്. അങ്ങനെ ഈ സമയത്താണെങ്കിൽ പോലീസ് വണ്ടി കൊണ്ടുവന്ന് അവിടെ നിർത്തുകയാണ്. അപ്പം അവിടെ ജനങ്ങളൊക്കെ കൂടിയിട്ടുണ്ട്. അവർ ചോദിക്കുന്നുണ്ട്, എന്തിനാ സാറേ ഈ വണ്ടി ഇപ്പം കൊണ്ടുവന്നത് എന്ന് ചോദിക്കുന്നു. അത് ആ പ്രതികളെ കൊണ്ടുപോകാൻ, ആ റേപ്പ് കേസിലെ പ്രതികളുണ്ടല്ലോ അവന്മാരെ കോടതിയിലേക്ക് കൊണ്ടുപോകാനാണെന്ന് ഒരു പോലീസുകാരൻ അവിടെ നിന്ന് ആൾക്കാരോട് പറയാണ്. അപ്പം അവർ പറയാണ്, എന്നാ സാറേ ഇവന്മാർ ഇത്ര വലിയ സുഖത്തിൽ ഈ വണ്ടിയിലൊക്കെ കൊണ്ടുവന്ന് ഈ വെയിലത്തെ അവന്മാരെ റോഡിൽ കൂടെ നടത്തിയാൽ കൊണ്ടുപോകട്ടെ. നാട്ടുകാർ അവന്മാരെ അവമാനിക്കുന്ന അവന്മാർ കേട്ടുകൊണ്ട് വേണം കോടതിയിലെത്തേണ്ടത്. അല്ലാതെ ഇവന്മാരെ വണ്ടിയിലൊന്നും അവിടെ കൊണ്ടെത്തിക്കേണ്ട ഒരു കാര്യമില്ല. ജനങ്ങളുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടതെന്ന് അയാൾ പറയുന്നുണ്ട്. അപ്പോൾ പോലീസുകാരും പറയുകയാണ്, അത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ലല്ലോ, ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുന്നു. അവരെ കോടതിയിലെത്തുമ്പോൾ കോടതി അവിടെ നിന്ന് റിമാൻഡ് ചെയ്തോളൂ, പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ കോടതി മുഖാന്തരം അങ്ങ് നടന്നോളൂ എന്ന് പോലീസുകാരും പറയുകയാണ്. അപ്പം ഇവിടെയൊക്കെ ഇവരെ പോലുള്ളവന്മാരൊക്കെ കോടതി കൊണ്ടുപോയാൽ എന്തുവാ, അവിടെ നിന്ന് സെൻട്രൽ ജയിലിലേക്ക് വിടും. അവിടെ ചെന്ന് ഇവന്മാരെ ഭക്ഷണവും കഴിച്ചിടെ കിടക്കുമെന്ന് അയാൾ പറയാണ്. അങ്ങനെ ഈ സമയത്താണെങ്കിൽ പോലീസ് സ്റ്റേഷനകത്താണെങ്കിൽ CIയും SIയും കൂടെ ഒക്കെ വരികയാണ്. രോഹിത്തിനെയും ഹരിയെയൊക്കെ കോടതിയിലേക്ക് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഈ സമയത്ത് CI വന്ന് SI അടുത്ത് പറയുന്നുണ്ട്, പ്രതികളെയും കൊണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പുറത്ത് നിൽക്കുന്ന ജനങ്ങൾ വയലൻ്റ് ആകും, അത് ഉറപ്പാണ്. അവർ പ്രതികളെ ആക്രമിക്കുകയും ചെയ്യാം എന്ന് CI SIയോട് പറയാണ്. അപ്പം സെല്ലിനകത്ത് കിടക്കുന്ന രോഹിത്തും ഹരിയും ബാക്കിയുള്ളവരൊക്കെ ഇത് കേൾക്കുന്നുണ്ട്. അപ്പം ഹരിയും രോഹിത്തൊക്കെ ഇന്ന് ഭയക്കുന്നുണ്ട്. രോഹിത്ത് ഇങ്ങനെ ഭിത്തിയിൽ ചാരി തന്നെ നിൽക്കുകയാണ് കോടതിയിലേക്ക് പോവാൻ. അപ്പോൾ SI പറയുകയാണ്, അത് സാറ് പറഞ്ഞാൽ ശരിയാണ്, പിന്നെ ഇവന്മാരെ കയ്യിരിപ്പ് വെച്ച് 2 കിട്ടിയാലും കുഴപ്പമില്ല എന്ന് പറയാണ്. അപ്പോൾ CI പറയാണ്, താൻ പറഞ്ഞ ശരിയാണ്, ഇവന്മാരെ കയ്യിരിപ്പിന് നാട്ടുകാരിൽ നിന്ന് 2 കിട്ടിയാലും കുഴപ്പമില്ല. കാരണം ഇതുപോലെ ഇനി ആരും ചെയ്യാൻ പാടില്ല. എങ്ങനെയാണ് ഇങ്ങനെയുള്ളവന്മാർക്ക് ശിക്ഷ കിട്ടുന്നതെന്ന് എല്ലാവരും ഒന്ന് അറിയുന്നത് നല്ലതാണ്. പിന്നെ മീഡിയാസൊക്കെ പുറത്തുണ്ട്, അവന്മാർ ഇതെല്ലാം കവർ ചെയ്തോളും. പക്ഷെ നമുക്ക് അങ്ങനെ ജനങ്ങളുടെ മുന്നിലേക്ക് ഇവന്മാരെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് നമ്മുടെ ഡ്യൂട്ടി ഉണ്ടല്ലോ, ഇവന്മാരെ സുരക്ഷിതമായി കോടതിയിലെത്തിക്കുക, അതാണ് നമ്മുടെ ജോലി, അത് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറയാണ്. എന്നിട്ട് CI ആണെങ്കിൽ നേരെ സെല്ലിൻ്റെ അടുത്തോട്ട് വന്നിട്ട് പറയാണ്, ഇവന്മാരെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്നറിയാവോ, ഒരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയെ ചതിച്ചു കൊണ്ടുപോയി പീഡിപ്പിച്ച ഇവന്മാരെ എന്തോ ചെയ്യേണ്ടതെന്നറിയാവോ, വെടിവെച്ച് കൊല്ലിയാൻ വേണ്ടുന്നത്, ഇവന്മാരെ പുറത്തിറക്കല്ല, അതാ വേണ്ടത് എന്ന് CI ആണെങ്കിൽ ഭയങ്കര ദേഷ്യത്തോടെ പറയുകയാണ്. അപ്പോൾ SI ഇങ്ങനെ ദേഷ്യത്തോടെ നിൽക്കുകയാണ്. സാറേ ഇപ്പം ഇവന്മാരെ പുറത്തിറക്കട്ടെ എന്ന് SI ചോദിക്കുകയാണ്. ആ ഇറക്ക്, എല്ലാത്തിനും ഇറക്ക്, നമുക്ക് ഡ്യൂട്ടി ചെയ്യാം, നമുക്ക് നേരെ കോടതിയിലേക്ക് കൊണ്ടുപോകാം എന്നും പറഞ്ഞുകൊണ്ട് SI എടുത്ത് പറയുന്നുണ്ട് CI ഇറക്കാൻ. അങ്ങനെ ഇവന്മാരെ എല്ലാം 4 പേരെ ഇറക്കുന്നുണ്ട്. അപ്പം രോഹിത്ത് മാത്രം ഭിത്തി ചാരി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം SI ചോദിക്കുന്നുണ്ട്, നീ എന്താടാ, നീ സെല്ലിൽ തന്നെ നിൽക്കുന്നത്, നീ വരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് രോഹിത്ത് ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് ഇങ്ങോട്ട് വാടാ എന്നും പറഞ്ഞിട്ട് SI ചൂടാകുമ്പോഴത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ 4 പേരെയും കൊണ്ട് പോലീസ് പുറത്തേക്ക് പോവുകയാണ്. അപ്പോഴും CI പറയുന്നുണ്ട്, പുറത്ത് ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിഞ്ഞൂടാ, എന്നാലും നമുക്ക് ഇവരെ എങ്ങനെയെങ്കിലും കോടതി എത്തിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറയാണ്. അങ്ങനെ ഇവരെ നേരെ പുറത്തോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കും മീഡിയാസും ജനങ്ങളും എല്ലാവരും കാരണം ഭയങ്കര ബഹളം തന്നെ. അപ്പോഴത്തേക്കും നാട്ടുകാരെല്ലാം കിടന്ന് ബഹളം വെക്കുകയാണ്, അവന്മാരെ ഇങ്ങോട്ട് വിട്ടുക സാറേ, എന്തിനാണ് ഇവന്മാരെ കോടതിയിൽ കൊണ്ടുപോയിട്ട് നേരെ ജയിലിൽ കൊണ്ടുപോയി ഇവന്മാരെ സൂക്ഷിക്കാൻ വിടേണ്ട കാര്യമൊന്നുമില്ല, ജനങ്ങൾക്ക് വിട്ടുതരാൻ പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളം നടത്തുകയാണ് ആൾക്കാർ. ഈ സമയത്താണെങ്കിൽ മീഡിയാസും കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. CI ആണെങ്കിൽ അതെല്ലാം തള്ളി മാറ്റിയിട്ട് ഇവരെയും കൊണ്ട് അങ്ങോട്ട് ഇറങ്ങുവാണ്, ജനങ്ങളുടെ ഇടയിലോട്ട് ഇറങ്ങുവാണ്. എങ്ങനെയെങ്കിലും ഇവരെ ആ പോലീസ് വാനിൽ കയറ്റി പറ്റത്തുള്ളല്ലോ. അങ്ങനെ ഇവരെ കൊണ്ട് പോവുകയാണ്. പോകുമ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തെള്ളുകയും ഒക്കെ ചെയ്യുന്നുണ്ട്, ഹരിയും രോഹിത്തിനെയും അവന്മാരെ എല്ലാവരെയും. പക്ഷേ പോലീസാണെങ്കിൽ അവരെയൊക്കെ തെള്ളി മാറ്റി എങ്ങനെയൊക്കെയോ കൊണ്ടുവന്ന് വാനിൽ കയറ്റുകയാണ്. അപ്പോഴത്തേക്ക് രോഹിത്തിനും ഹരിക്കും അത്യാവശ്യം കിട്ടേണ്ടതൊക്കെ തള്ളു ഇടിയൊക്കെ ജനങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ വളരെ കഷ്ടപ്പെട്ട് വാനിൽ കൊണ്ടുവന്ന് കയറ്റുകയാണ്. വാനിൽ കൊണ്ടുവന്ന് കയറ്റിയിട്ട് ഡോർ അടയ്ക്കുമ്പോഴും വാനിൻ്റെ പുറത്ത് കിടന്ന ആൾക്കാരങ്ങ് അടിക്കുകയാണ്. നീയൊക്കെ എന്ത് ക്രൂരതയാടാ കാണിച്ചത്, നിൻ്റെ വീട്ടിൽ അമ്മയും പെങ്ങന്മാരും ഇല്ലയോടാ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര ചീത്ത വാക്കുകളൊക്കെ പറയുകയാണ്. അപ്പോൾ എന്നിട്ട് വണ്ടി കിടന്ന് അടിക്കുകയാണ്. ഈ സമയത്ത് ദൂരം മാറി നിന്നുകൊണ്ട് രാജീവും അതുപോലെ ശിവശങ്കർ ഇതൊക്കെ കാണുന്നുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. മനു പറഞ്ഞതുപോലെ
ഒരു 500 ആളുകൾ അവിടെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്കോട്ട് ചെന്ന് ഇതെൻ്റെ മോനാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാവരും കൂടെ ഉറുമ്പിനെ ഞെരടുന്ന പോലെ ഞെരടി ശരിയാക്കുമെന്ന് ശിവശങ്കരനും രാജീവിനും അന്നേരം തോന്നുവാണ്. അങ്ങനെ ഇവരെ ദൂരെ മാറി നിന്ന് നോക്കുവാണ്. വണ്ടി കിടന്നങ്ങ് അടിക്കുകയാണ് ആൾക്കാർ. ഇങ്ങോട്ട് ഇറങ്ങി വാടാ എന്നൊക്കെ പറഞ്ഞ്. വീഡിയോസ് ആണെങ്കിൽ ഫോട്ടോ ഒക്കെ അങ്ങ് എടുക്കുകയാണ്. അപ്പം പോലീസാണെങ്കിൽ എങ്ങനെയൊക്കെയാണെങ്കിൽ CI SIയും കൂടെ അവരെ കയറ്റി. എന്നിട്ട് CI പറയുന്നുണ്ട് പെട്ടെന്ന് വണ്ടി എടുത്തോ, എത്രയും പെട്ടെന്ന് ഇവരെ ഇവിടുന്ന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വണ്ടി എടുത്തങ്ങ് പോവുകയാണ്. അപ്പം ആ സൈഡിൽ പോലീസ് സ്റ്റേഷൻ്റെ സൈഡിൽ ഇങ്ങനെ മാറി നിൽക്കുകയാണ് രാജീവും ശിവശങ്കറും. ഇതൊക്കെ കണ്ടിട്ടാണെങ്കിൽ ഹൃദയം പൊട്ടി നിൽക്കുകയാണ് ശിവശങ്കറും രാജീവും. എന്ത് ചെയ്യാൻ പറ്റും, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം അവരെ അങ്ങ് കൊണ്ടുപോവാണ്. അപ്പം അവർക്കാണെങ്കിൽ വണ്ടി ഇരുന്ന് കാണാം ശിവശങ്കറും രാജീവും കൂടെ അങ്ങനെ സൈഡിൽ നിൽക്കുന്നത്. ശിവശങ്കറാണെങ്കിൽ സങ്കടപ്പെട്ട് ഇങ്ങനെ കുനിഞ്ഞ് നിൽക്കുകയാണ്. രാജീവ് വന്നിട്ട് പറയാണ്, ഏട്ടാ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് മനു പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. പക്ഷേ ഈ കേസ് നമ്മൾ വിചാരിക്കുന്ന ഒരു നിസ്സാര കേസൊന്നുമല്ല. ജാമ്യം കിട്ടുമെന്ന് പോലും എനിക്കിപ്പോൾ സംശയമുണ്ടെന്ന് രാജീവ് പറയുകയാണ്. അപ്പോൾ ശിവശങ്കർ ഇങ്ങനെ രാജീവ് നോക്കുകയാണ്. സത്യേട്ടാ, കാരണം അത്രയ്ക്ക് ജനങ്ങൾ ഇത്രയും പ്രശ്നം ഉണ്ടാക്കാത്തൊരു സ്ഥിതിക്ക് അവന്മാർക്ക് ജാമ്യം കിട്ടി പുറത്തിറക്കാൻ കോടതി അനുവദിക്കത്തില്ല. എന്തായാലും വക്കീൽ പോയിട്ടുണ്ടല്ലേ, എനിക്കൊരു പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞ് രാജീവ് ശിവശങ്കറിൻ്റെ അടുത്ത് പറഞ്ഞത്. ശിവശങ്കർ ഇങ്ങനെ സങ്കടത്തോടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ പോലീസ് വാനിൽ ഇരുന്ന് ഹരിക്ക് ഇങ്ങനെ വിഷമമൊക്കെ ഉണ്ട്. രോഹിത്താണെങ്കിൽ സങ്കടത്തോടെ കരയുകയാണ്. എല്ലാവരും ഉപദേശിച്ചിട്ട് രോഹിത്തിന് അന്ന് മാറാൻ തോന്നില്ല. അലീനയാണെങ്കിൽ ഹരിയോട് കൂടി നടന്നു കഴിഞ്ഞാൽ നീ ജയിലിലാവുമെന്ന് പലവട്ടവും പറഞ്ഞിട്ടും രോഹിത് അത് കേൾക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് ഇപ്പം നേരെ ജയിലിലേക്ക് പോവുകയാണ് രോഹിത്ത്.